തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിനെ പ്രതിയുള്ള എല്ലാ നിലപാടുകളെയും ഏറെ കരുതലോടെ തമ്പുരാൻ കാണും എന്നാണ് തിരുവചനങ്ങൾ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ചേർന്നുള്ള ജീവിതങ്ങൾക്കൊക്കെ അനുഗ്രഹം ഉറപ്പായി നൽകുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകും. ശിഷ്യന്മാർ തമ്പുരാനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? സ്വാഭാവികമായൊരു ചോദ്യമാണ്. വള്ളവും വലയുമൊക്കെ ഉപേക്ഷിച്ച് ശ്രേഷ്ഠമായ മനുഷ്യരെ പിടിക്കൽ എന്ന കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ടപ്പം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ശിഷ്യരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തെല്ല് ഈ യാത്ര ഏതാണ്ട് വഴിമുട്ടുന്നു, വഴിതെറ്റുന്നു എന്നൊക്കെ തോന്നിയപ്പം ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ മരണ ഓർമ്മപ്പെടുത്തലുകളൊക്കെ നടത്തുമ്പം സഹിക്കാനും മരിക്കാനും പോകുന്നു എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ടും ശിഷ്യരുടെ ഉള്ളിൽ അവർക്കിടയിൽ ഒരു അസ്വസ്ഥത, അവർ പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവും. അവിടെയാണ് പത്രോസ്ലീഹ ചോദിക്കണത്, എല്ലാം ഉപേക്ഷിച്ച് ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കും, ഞങ്ങൾക്ക് എന്ത് കിട്ടും? തമ്പുരാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ക്രിസ്തുവിനെ പ്രതി നിൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുമ്പം നിനക്ക് ഈ ഭൂമിയിൽ തന്നെ 100 മടങ്ങും സ്വർഗരാജ്യവും ഉറപ്പോടുകൂടെ നൽകാൻ തമ്പുരാൻ തയ്യാറ്. ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിനോട് ചേർന്ന് ഒരു വ്യക്തി എടുക്കുന്ന നഷ്ടപ്പെടലുകളെ മുഴുവനും ഒരു നിക്ഷേപമായിട്ട് കരുതുന്നൊരു തമ്പുരാൻ കർത്താവുണ്ട്. തമ്പുരാൻ ഈ നിക്ഷേപത്തോട് ബന്ധപ്പെടുത്തി വലിയ ശ്രദ്ധയുള്ളവനാണ്. അതുകൊണ്ടാണ് ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ നേർച്ചയിടാനായിട്ടു കടന്നു വന്നവരിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ, ഒരു പിടി സമ്പാദ്യങ്ങൾ നിക്ഷേപിച്ചപ്പോഴും ആ വിധവ തൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവുമായ ആ ചെമ്പു നാണയത്തെ നിക്ഷേപത്തിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടപ്പം അതിനെ വല്ലാണ്ട് ഗൗരവത്തോടുകൂടെ തമ്പുരാൻ എണ്ണിയത്. ഇത് നമ്മുടെ തമ്പുരാൻ്റെ പ്രത്യേകത. വലുപ്പ ചെറുപ്പങ്ങളൊക്കെ ഭൂമിയുടെ മാനദണ്ഡങ്ങളാണ് എങ്കിൽ അതിൻ്റെ പുറകിലെ മനസ്സ്, ആത്മാർത്ഥത, അതിനുള്ളിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു വ്യക്തിയുടെ സമർപ്പണ ഭാവം, അതിന് മുഴുവനുമാണ് തമ്പുരാൻ കർത്താവ് വിലമതിക്കുന്നത് എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. സമർപ്പണ ജീവിതത്തിലും പൗരോഹിത്യത്തിലുമൊക്കെ അഭിമാനത്തിനുമൊക്കെയുള്ള ഏറ്റവും സന്തോഷകരമായി എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ആത്മാർത്ഥമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ളൊരു സമർപ്പണം സഭയ്ക്ക് വേണ്ടി, രൂപതയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ലോക ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ സമയമായും കഴിവായും അധ്വാനമായും ഒക്കെ പങ്കുവയ്ക്കുമ്പം കിട്ടുന്ന ഒരു ലൗകികമായ സുഖമല്ല, അതിനപ്പുറമുള്ളൊരു ആത്മീയ സുഖമുണ്ടല്ലോ. നമ്മുടെ കുറവുകളെ നികത്തിക്കൊണ്ട് ആ വിടവുകളെ അനുഗ്രഹമാക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൽ ക്രിസ്തുവിനോട് ചേരുന്നവർക്കുള്ള അനുഗ്രഹത്തിൻ്റെ, നിക്ഷേപത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പം അതിലൊന്നാമത്തേത്, ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനങ്ങൾക്കും നിന്ദനങ്ങൾക്കും ഉറപ്പായിട്ടും പ്രതിഫലമുണ്ട്. നമ്മളിങ്ങനെ വെറുതെ വാക്കുകൊണ്ട് പറയല്ല. വിശുദ്ധ ജീവിതങ്ങളൊക്കെ നമ്മളെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരു സത്യം അതാണ്. ക്രിസ്തുവിനെ പ്രതി ഒരാൾ സഹിക്കാൻ തീരുമാനമെടുത്താൽ ആ വ്യക്തിയുടെ ജീവിതത്തെ പിന്നെ ടേക്കപ്പ് ചെയ്യുന്നത് സ്വർഗമാണ്. നമുക്ക് മാനുഷികമായി കണക്ക് കൂട്ടിയാൽ ഒരാൾ സഹിക്കുന്നു, വേദനിക്കുന്നു, നൊമ്പരപ്പെട്ട്, ഭാരപ്പെട്ട്, തളർന്നു കഴിയുന്നു എന്നൊക്കെ നമ്മൾ കാണുമ്പം നമ്മുടെ ഉള്ളിൽ തോന്നുന്ന എന്തൊരു ഗതികേടാ, ജീവിതകാലം മുഴുവനും സഹനങ്ങളുമായി ഒരാൾ കടന്നു പോകുന്നു. പക്ഷേ ചില മനുഷ്യരൊക്കെ, പ്രത്യേകിച്ചും വിശുദ്ധ ജീവിതങ്ങളൊക്കെ, ഈ സഹനാനുഭവങ്ങൾക്ക് മുകളിലേക്ക് പറന്നുയർന്നിട്ട് അത് വലിയ അത്ഭുതമായും അനുഗ്രഹമായും നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം 6-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനം പറയും, ക്രിസ്തുവിനെ പ്രതി സഹിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനത്തിന് സ്വർഗം സമ്മാനം കൊടുക്കും. റോമാലേഖനം 8-ന്റെ 38-ഉം 39-ഉം തിരുവചനത്തിൽ പൗലോസ്ലീഹ തൻ്റെ സഹന നെറുകയിലായിരുന്നു കൊണ്ട് പറയാണ്, സഹനങ്ങളെ പറ്റി പറഞ്ഞിട്ട് പൗലോസ്ലീഹ പറയുന്നു, ഒന്നിനും, എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾക്കൊന്നിനും, അഗ്നതയോ ആപത്തോ വാളോ പട്ടിണിയോ ദുരിതങ്ങളോ ക്ലേശങ്ങളോ എന്തു വന്നാലും അവയ്ക്കൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്താനാവില്ല. തുടർന്ന് പൗലോസ് പറയാണ്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്താൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിന്ന് കത്തി എരിയാണെന്ന് ഓർമ്മിക്കണം. ബൈബിളിൽ ഒരുപാട് ജീവിതങ്ങൾ അങ്ങനെ കാണുന്നില്ലേ? തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി മക്കൾ മുഴുവനും ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോഴും മക്വായുടെ പുസ്തകത്തിലെ അമ്മയെപ്പോലെ അവസാനത്തെ കുഞ്ഞും
തമ്പുരാന് വേണ്ടി മരിക്കണമെന്നുള്ള, ജ്യേഷ്ഠന്മാരുടെ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നുള്ള നിഷ്ഠയോടുകൂടിയിട്ട് ബലമായിട്ടൊരമ്മ കൂടെ നിൽക്കുകയാണ്. ബലമായിട്ടൊരമ്മ കൂടെ നിൽക്കുകയാണ്. ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനങ്ങളെ രക്ഷാകര സഹനങ്ങളായി കാണുന്ന ഒരാത്മീയ ദർശനം. പ്രതിഫലം ഉറപ്പുള്ള ഒരു കർമ്മമാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ സഹനാനുഭവങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെയാണെന്ന് ഉറപ്പുവരുത്തണം. പണ്ടൊക്കെ ഓർക്കുന്നുണ്ട്, സാധു വിട്ടിയവര എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പറയുമായിരുന്നു, കുരിശുമായിട്ട് പോകുന്ന ക്രിസ്തുവിൻ്റെ പുറകെ പോകുമ്പം കുരിശ് നിൻ്റെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയേക്കണം. ചുമ്മാ സ്കൂളിലെ ജാഥയ്ക്കൊക്കെ പണ്ട് പോയിരുന്ന പോലെയാണ് പലരും കുരിശിൻ്റെ വഴിയിലൊക്കെ പോകേണ്ടത്. സ്കൂളിലെ ജാഥയുടെ സമയത്ത് ഇങ്ങനെ നമുക്ക് രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല, ആര് ജാഥ വിളിച്ചാലും, ഞാനൊക്കെ പഠിച്ചൊരു ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പം അവിടെ ഒരു പാർട്ടിക്കാരൻ്റെ ജാഥയുണ്ടെങ്കിൽ ഭയങ്കര ത്രില്ലാണ് നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ആ കൂട്ടത്തിൽ പോവുകയാണ്, ജയ് വിളിക്കുക, ഇങ്കുലാ സിന്ദാബാ വിളിച്ചിങ്ങനെ പോവാണ്. രസകരമായ കാര്യം, പുറകിലുള്ളവനെ വിളിച്ച് എന്തിനാണ് ഈ ജാഥ എന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. എന്തിനാണ് നമുക്കറിയത്തില്ല, നമ്മളിങ്ങനെ പോവുക. പിന്നെ എന്താ ഈ ജയ് വിളിക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ, വേറൊന്നും വിളിക്കാൻ നമുക്കറിയില്ല. എന്തിനാണെന്നോ എന്താണെന്നോ അറിയാതെ നമ്മളിങ്ങനെ ജാഥ വിളിച്ച് പോകുന്ന ഒരു സംസ്കാരത്തിൽ നിന്നും കുരിശുള്ളവൻ്റെ പുറകെ പോകുമ്പം നിൻ്റെ കൈവശം കുരിശുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അനുദിന കുരിശുമെടുത്ത് അനുഗമിക്കാൻ പറഞ്ഞവൻ, സഹനങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്നവൻ, സഹനദാസനെന്ന് യെശയ്യാ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയ ആ തമ്പുരാൻ പറയാണ്, സഹനം തേടിപ്പോകണ്ട, വരുന്ന സഹനങ്ങളെ ക്രിസ്തുവിനെ പ്രതി രക്ഷാകരമാക്കിയാൽ മതി. രക്ഷാകരമാക്കിയാൽ മതി. രണ്ടാമത്തെ ഒരു കാര്യം, ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനങ്ങളോട് ചേർന്ന് പോകുന്ന രണ്ടാമത്തെ ഒരു കാര്യം ഉപേക്ഷ. ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷ. ചുമ്മാ ഗതികേട് കൊണ്ടല്ല. നോമ്പുകാലത്തൊക്കെ പലരും നോക്കുന്നത് ഡയറ്റാണ്, അത് കാര്യമൊന്നുമില്ല. അത് ഉപേക്ഷയുടെ ഗണത്തിൽ വിടുകയില്ല. ശരീരം ഒന്ന് മെലിയാൻ വേണ്ടിയിട്ട് ഒരാളെന്നോട് പറഞ്ഞാണ്, എൻ്റെ അച്ഛാ ഞാൻ നന്നായിട്ട് നോമ്പ് നോക്കാൻ പോവാ, ഇത്തിരി വെയിറ്റൊക്കെ കുറയ്ക്കാനുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഓരോ പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പ്രതി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമായ അനുവാദമുള്ള, എനിക്ക് അവകാശമായിട്ടുള്ള പലതിനെയും ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിക്കുക. സന്യാസത്തിലൊക്കെ ചെയ്യുന്ന കാര്യം അതാ. വ്രതത്രയങ്ങളിലൂടെ എനിക്ക് സമ്പത്തിനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുന്നു. ഒരു കുടുംബമായി ജീവിക്കാൻ എൻ്റെ സാധ്യതയെ വേണ്ട എന്ന് വെക്കുന്നു. എൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വിരുദ്ധമായി അധികാരിയുടെ ഇഷ്ടം കടന്നു വരുമ്പോഴും അവിടെ സന്നദ്ധതയുടെ, സമ്മതത്തിൻ്റെ മനോഭാവം, അതാണ് ഈ ക്രിസ്തുവിനെ പ്രതിയുള്ള ഉപേക്ഷയുടെ ആത്മീയത. ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിക്കുമ്പം നമ്മളറിയാത്ത ഒരു ബലം വർദ്ധിക്കുന്ന അനുഭവം ഉണ്ടാവും. ഒറ്റയ്ക്ക് നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പം അതിൻ്റെ ബലം കുറയും. ഈ വഴികളുടെ അനുഗ്രഹമല്ലല്ലോ. മലയാറ്റൂർ മലയിലേക്ക് ആളുകൾ വഴിയിലൂടെ നടന്നു പോകുന്നു. ഇപ്പം ഇവിടുന്ന് ഉദാഹരണമായിട്ട് ശാലോമിൽ നിന്നും മലയാറ്റൂർക്ക് നടന്നു പോകുന്നു ആളുകൾ. ഇവിടുന്ന് നടന്ന് മലയാറ്റൂർ മല വരെ പോകുന്നതിനകത്ത് പ്രത്യേകിച്ച് ഒരു പുണ്യമൊന്നുമില്ല. അത് പുണ്യമായിട്ട് മാറുന്നത് എപ്പോഴാണ്? ഈ പോകുന്നവൻ്റെ മനസ്സിൽ ക്രിസ്തുവിനെ പ്രതി, എൻ്റെ തമ്പുരാൻ ദുഃഖവെള്ളിയാഴ്ച കാൽവരി മലയിൽ 2000 കൊല്ലങ്ങൾക്കപ്പുറം ഏറ്റുവാങ്ങിയ സഹന വഴിയോട് എൻ്റെ ജീവിതത്തെ താതാത്മ്യപ്പെടുത്താനായിട്ടുള്ള തീവ്ര ശ്രമവും അതിന് ചേർന്ന വിധത്തിലുള്ള ഒരുക്കവുമൊക്കെ നടത്തിക്കഴിയുമ്പം ആ പ്രവൃത്തി എന്തായിത്തീരുന്നു? അത് വലിയ അനുഗ്രഹമുള്ള ഒന്നായിത്തീരുന്നു. അതാണ് തമ്പുരാൻ പറയണത്. ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 29-ാം തിരുവചനം, ദൈവരാജ്യത്തിന് വേണ്ടി ഉപേക്ഷിക്കുന്നവൻ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് ചേർന്ന് നിൽക്കും. ഇനി വീണ്ടും മറ്റൊരു കാര്യം, ക്രിസ്തുവിനെ പ്രതിയുള്ള ഉപേക്ഷയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഔദാര്യപൂർണമായിട്ടുള്ള കൊടുക്കലാണ്. ഔദാര്യപൂർണമായിട്ടുള്ള കൊടുക്കൽ എന്ന് വെച്ചാൽ കണക്കില്ലാതെ. അതാണ് ലൂക്കാസ് സുവിശേഷം 6:38 പറയും, നിറച്ചളന്ന് കുലുക്കി കൊടുക്കുക. ചുമ്മാ കൊടുക്കുകയല്ല. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തിയ ഒരു മനോഹരമായ കാര്യമുണ്ട്. അല്ലയോ മകനെ, നീ നോമ്പുകാലത്ത് ദാനം ചെയ്യുമ്പം, നീ കൊടുക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നീ ആർക്കാണോ കൊടുക്കുന്നത് അവൻ്റെ മുഖത്ത് നോക്കി ഒരു പുഞ്ചിരിയോടുകൂടെ കൊടുക്കണം. സാധിക്കുമെങ്കിൽ അവൻ്റെ കരത്തിൽ സ്പർശിച്ചുകൊണ്ട് കൊടുക്കണം. കോവിഡിന് മുമ്പുള്ള കാര്യമാണ് പറയണേ. നീ ഒരു മനുഷ്യന് കൊടുക്കാൻ തീരുമാനമെടുക്കുമ്പം താല്പര്യമില്ലാതെ കൊടുക്കുന്നവനായി മാറാതെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ടൊരു പുഞ്ചിരി കൊടുത്തുകൊണ്ട് അതിനോട് ചേർത്ത് അവൻ്റെ കരത്തിൽ ചേർത്ത് ഈ പൈസ എറിഞ്ഞു കൊടുക്കുന്ന ഒരു മനസ്സിൽ നിന്ന് മാറിയിട്ട് സ്നേഹത്തോടു കൂടെ. പണ്ടൊരു ധർമ്മക്കാരൻ്റെ കുറിപ്പ് വായിച്ചതിൻ്റെ മനസ്സിൽ വല്ലാതെ തങ്ങി നിൽപ്പുണ്ട്. വീട്ടിൽ ചെന്ന് ഭിക്ഷ യാചിച്ചപ്പം ഒരമ്മച്ചി ഒക്കത്ത് കുഞ്ഞിനെയും കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ കൊണ്ട് ഈ ചേട്ടൻ്റെ കയ്യിൽ അങ്കിളെ എന്ന് വിളിച്ചിട്ട് ഒരു 5 രൂപ നാണയം കൊടുത്ത ഒരു കുറിപ്പാണത്. അങ്കിളെ എന്ന് വിളിച്ചിട്ട് ഒരു 5 രൂപ നാണയം കൊടുത്തു. എന്നിട്ട് ഒരു ഫ്ലൈയിങ് കിസ്, ഒരു ടാറ്റയും കൊടുത്തു. ഒരു ഭിക്ഷക്കാരനാണെങ്കിലും അവൻ്റെ ഹൃദയത്തിനുണ്ടായ ആത്മഹർഷത്തെ വാക്കുകളിൽ നമുക്ക് വർണ്ണിച്ചെടുക്കാനാവില്ല. കാരണം അത്രമാത്രം അവൻ്റെ ഉള്ളിൽ അത് സ്പർശനമായി, സ്വാധീനമായി.
ജീവിതത്തിൽ അന്നോളം കിട്ടിയതിലെ ഏറ്റവും വിലപിടിച്ച സമ്പാദ്യമെന്നും സമ്മാനമെന്നുമൊക്കെ അതിനെ അടയാളപ്പെടുത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തമ്പുരാൻ കർത്താവ് പറയണം, ഔദാര്യപൂർണ്ണമായിട്ട് കൊടുക്ക്. കണക്ക് പറയുന്നൊരു സംസ്കാരം, കണക്ക് കൂട്ടലിൻ്റെ ഒരു സംസ്കാരം, അതെല്ലാ ജീവിതത്തിനും അപകടകരമാണ്. ബന്ധങ്ങളെയൊക്കെ വല്ലാതെ അപകടപ്പെടുത്തും. എൻ്റെ പണി, നിൻ്റെ പണി, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്, ഇതൊക്കെ അപകടകരമായ ബന്ധങ്ങൾ. പ്രത്യേകിച്ചും കുടുംബ ബന്ധങ്ങളിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെ കണക്ക് പറച്ചിലുകളും അതിർവരമ്പുകളും ചില നിബന്ധനകളും അല്ലെങ്കിൽ ചില അവരുടേതായ സ്വാർത്ഥതകളുമൊക്കെ ഏറിക്കഴിയുമ്പം അറിയാതെ അപകടകരമായിട്ടത് മാറുന്നത് കാണാനിട വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഔദാര്യപൂർണ്ണമായ കൊടുക്കൽ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1:17 പറയും, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് വരുന്നു, മാറ്റമോ മാറ്റത്തിന് നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന്. എന്ന് വെച്ചാൽ ഒന്നും നമ്മുടെയല്ല. 1 കൊരിന്ത്യർ 4:7 പറഞ്ഞു, എല്ലാം ദാനമാണ്, എല്ലാം ദാനമാണ്. നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റിയ അത് വലിയ ദാനമാണ്. പല ആളുകളും ജീവിതത്തിലെ ഏറ്റവും എളുപ്പമുള്ളൊരു കർമ്മം ഉറങ്ങുക എന്നുള്ളതാണ്. അതുപോലും പറ്റുന്നില്ല. കൊട്ടാര സമാനമായ വീടും സൗകര്യപ്രദമായ സംവിധാനങ്ങളും എ സിയും ടെക്നോളജികളും ഒക്കെ ഉപയോഗിച്ചിട്ടും കോടിക്കണക്കിന് രൂപ വിലയുള്ള വീടിനകത്ത് 60,000 രൂപ വിലയുള്ള കട്ടിലേക്ക് കിടക്കുന്ന ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറയുകയാണ്, ഉറക്കമില്ല അച്ചു, ഉറക്കമില്ല. നമ്മളിവിടെ ഒരു സൗകര്യവും ഇല്ലാത്തടത്ത് കിടന്നാലും ഒരു 150 രൂപ വിലയുള്ളൊരു പന്നപ്പായി കിടന്നാലും ഉറക്കത്തിനൊരു കുറവില്ല, ഉറക്കം തീരുന്നില്ല. ആ വൈരുദ്ധ്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഔദാര്യപൂർണ്ണമായ കൊടുക്കലിൻ്റെ പുറകിൽ ഒരു വലിയ ആത്മീയതയുണ്ട്, വലിയ അഭിഷേകമുണ്ട്. വീണ്ടും തമ്പുരാൻ്റെ ഓർമ്മപ്പെടുത്തൽ, തിരിച്ചു കിട്ടില്ല എന്ന പ്രതീക്ഷയോടുകൂടെ നീ കൊടുക്കുമ്പം അത് തമ്പുരാനുള്ള കൊടുക്കലാണ്. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കൊടുക്കുമ്പം അത് നീ ആ വ്യക്തിക്കാണ് കൊടുക്കണേ. തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പോടുകൂടെ കൊടുക്കുമ്പം അത് തമ്പുരാനാണ് കൊടുക്കണം. അത് ക്രിസ്തുവിനെ പ്രതിയുള്ള കൊടുക്കലാണ്. അത് ക്രിസ്തുവിനെ പ്രതിയുള്ള കൊടുക്കലാണ്. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷം 14:12 മുതൽ വചനത്തിൽ പറയും, നിന്നെ ഒരിക്കലും തിരിച്ചു വിളിക്കില്ല എന്നും നിനക്കൊരിക്കലും മടക്കിത്തരില്ല എന്നും ഉറപ്പുള്ളവന് കൊടുത്തു, ഉറപ്പുള്ളവന് കൊടുത്തു. അവിടെ ദൈവം ജീവിതത്തെ വല്ലാതെ അങ്ങ് ഏറ്റെടുക്കാനായിട്ട് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഓരോ വിശ്വാസിയും തിരിച്ചറിയണം, നിന്റെ ജീവിതത്തിൽ പ്രതിഫലം കിട്ടുമെന്ന് ഉറപ്പ് തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നീ ചെയ്യുന്ന ശുശ്രൂഷ ജീവിതത്തിന് പ്രതിഫലമുണ്ട്. ശുശ്രൂഷ ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മീയ ശുശ്രൂഷ എന്ന് മാത്രം അതിനെ ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നീ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് നന്മയായിട്ടും അനുഗ്രഹമായിട്ടും എന്ത് ശുശ്രൂഷ ചെയ്താലും, ഒരു നാടിന് വേണ്ടി, ഒരു പ്രദേശത്തിന് വേണ്ടി. എനിക്കറിയാം, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തൻ്റെ ജോലിയുടെ കാലം കഴിഞ്ഞിട്ടും ഗവൺമെൻറ് നേഴ്സായിരുന്നൊരു സഹോദരി അടുത്ത 1-2 കൊല്ലക്കാലം ഫ്രീ സർവീസ് ചെയ്യുന്നു. ഒരു കന്യാസ്ത്രീയുടെ കഥയാണ്. അവിടെ ആരെങ്കിലും കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേകിച്ചും അവർക്ക് ആത്മീയ കാര്യങ്ങൾ വേണമെങ്കിൽ, രോഗികളായുള്ളവർ, അപകടം പറ്റിയവർ, അവർക്ക് വേണ്ടി രക്തം അറേഞ്ച് ചെയ്യുന്നു, ഒരുപിടി കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നിൻ്റെ ശുശ്രൂഷാ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയെടുക്കുന്ന നിലപാടുകൾക്ക് ദൈവം പ്രത്യേകമായിട്ടുള്ള കൃപയും അനുഗ്രഹവും നൽകും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4:17-18 തിരുവചനം അങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും, ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പൗലോസ് പറയാണ്, ഞങ്ങൾ ഈ വിശ്വാസ സമൂഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളൊക്കെ വിലയുള്ളതാണ്. കാരണം മനുഷ്യനത് മനസ്സിലാവില്ല. മനുഷ്യൻ്റെ കണ്ണുകൾക്കത് മൂടപ്പെട്ടിരിക്കുന്നതാണ് എങ്കിൽ ഒരു ഡിവൈൻ ദർശനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ തിരിച്ചറിയണം, അത് അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ഒരു കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമ്പുരാന് വേണ്ടിയിട്ട് ഒരു പുരോഹിതനോ സമർപ്പിതനോ അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷകനായിരിക്കുന്ന ഒരു വ്യക്തിയോ നടത്തുന്ന കമ്മിറ്റ്മെൻറ്റ് വഴി കുടുംബത്തിന് കുറവ് വരാതെ കാക്കുന്നൊരു ദൈവമുണ്ട്, ഉറപ്പായിട്ടുമുണ്ട്. മക്കളൊക്കെ സന്യാസത്തിലോ പൗരോഹിത്യത്തിലോ ആത്മീയ ശുശ്രൂഷയിലോ ഒക്കെ തങ്ങളുടെ ജീവിതത്തെ കമ്മിറ്റ് ചെയ്യുമ്പം, സമർപ്പണ ബുദ്ധിയ അതിനു വേണ്ടിയിട്ട് സമയവും കഴിവും ഉപയോഗപ്പെടുത്തുമ്പം അവരുടെ പിന്നാമ്പുറത്തായിരിക്കുന്ന കുടുംബത്തിലേക്ക് കൃപയൊഴുക്കുന്ന ഒരു തമ്പുരാൻ, അഭിഷേകമൊഴുക്കുന്നൊരു തമ്പുരാൻ, അനുഗ്രഹമൊഴുക്കുന്നൊരു തമ്പുരാൻ. സെമിനാരിയിലൊക്കെ പോകാൻ ആഗ്രഹിച്ച മക്കളെ വിടാതെ പിടിച്ചു വെച്ചതിൻ്റെ സങ്കടം പങ്കുവെക്കുന്നവർ ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛാ പണ്ടവൻ ഒരുപാട് പറഞ്ഞതാ സെമിനാരി ചേരണം, അച്ഛനാവണം എന്നൊക്കെ പറഞ്ഞ് വിട്ടില്ല, കന്യാസ്ത്രീ ആവണം വിട്ടില്ല. ഇന്നിപ്പം വലിയ ദുരന്തമായിട്ട് ആ ജീവിതം മാറിയിരിക്കുക. എന്നിട്ട് വന്ന് ചോദിക്കുകയാണ്, ഇനി അന്ന് വിടാത്തോണ്ട് വല്ലതാണോ? പറയാൻ നമ്മൾ ആളല്ല. എങ്കിൽ ഒരു കാര്യം സത്യമാണ്, അടിസ്ഥാനപരമായിട്ടൊരു വ്യക്തിയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഒരു ശുശ്രൂഷാ ജീവിതത്തോടുള്ള ആഭിമുഖ്യത്തെ ഒരു കാരണവശാലും നമ്മൾ തടയാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സെമിനാരിയിൽ പണ്ട് ഈ ഒരു മകനോ അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു മകനോ ഒക്കെ ഉള്ളെങ്കിൽ അവരെ സെമിനാരിൽ എടുക്കില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊരു മകനെ ഇതുപോലെ അപ്പൻ കൊണ്ടുവന്നു. അവന് ഭയങ്കര ആഗ്രഹമാണ്, അവന് ഒരു പെങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ.
കൊണ്ടുവന്നു. അങ്ങനെ SLC കഴിഞ്ഞവനെ ക്യാമ്പിന് കൊണ്ടുവന്നു. അപ്പോൾ ഒരാളെ ഉള്ളത് കൊണ്ട് അവനെ ഒഴികഴിവൊക്കെ പറഞ്ഞ് +2 കഴിഞ്ഞു വാന്ന് പറഞ്ഞു വിട്ടു. അവൻ പിന്നെയും തീക്ഷ്ണതയോടുകൂടെ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ അവൻ പിന്നെയും വന്നിരിക്കുകയാണ്, അപ്പനെയും കൂട്ടി വന്നിരിക്കുകയാണ്. നല്ല ആത്മീയ ചൈതന്യമുള്ള കുടുംബം. അപ്പോൾ അച്ഛനാണ് ഇവിടെ. ഇവർ വന്നപ്പം ഈ സെലക്ഷൻ നടത്തുന്ന അച്ഛൻ വീണ്ടും പറഞ്ഞു, ഒരാളൊക്കെ അല്ലേ ഉള്ളൂ, വേണേൽ ഒഴിവായിക്കോ എന്ന രീതിയിലൊക്കെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്കാൻ അപ്പനെ നോക്കാൻ അമ്മയെ നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞപ്പം ഈ ചെറുക്കൻ്റെ അപ്പൻ വളരെ അനുഗ്രഹത്തോടു കൂടെ ചോദിക്കുകയാണ്, അച്ഛനൊരു കാര്യം ചെയ്യാം, ഒരു വെള്ള പേപ്പർ എടുത്ത് എഴുതി തരാമോ, ഇവൻ ഞങ്ങളെ നോക്കൂ എന്നുള്ള കാര്യം. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാനെങ്ങനെ എഴുതരുന്നേ, ഇത്രയേ ഉള്ളച്ചോ മനുഷ്യൻ്റെ കാര്യം. ആ മനുഷ്യൻ പറയാണ്, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം, നോക്കോ ഇല്ലയോ നോക്കുന്നത് കാലവും സമയവും തെളിയിക്കട്ടെ. ഞാൻ പറയണത്, ശുശ്രൂഷാ ജീവിതത്തോട് ബന്ധപ്പെടുത്തിയ സമർപ്പണങ്ങൾക്കൊക്കെ സ്വർഗം വിലയിടും. ആ വില പ്രതിഫലമായി കുടുംബത്തിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും ചൊരിയും. അതുകൊണ്ട് ശുശ്രൂഷയിലായിരിക്കുന്നവർ, പ്രിയപ്പെട്ടവർ അടുത്തില്ലോ, ചിലപ്പം ഈ ഓൺലൈനിലൂടെ ഈ വചനം കേൾക്കുന്ന ചില മാതാപിതാക്കളെങ്കിലും മക്കളൊക്കെ പൗരോഹിത്യത്തിലോ സന്യാസത്തിലോ ഒക്കെ അകലങ്ങളിലാണല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്നുണ്ടാവും. സങ്കടപ്പെടുകയോ ആകുലപ്പെടുകയോ അല്ല ചെയ്യേണ്ടത്, അവരുടെ ആത്മീയ ശുശ്രൂഷകൾക്ക് ബലമാകാൻ വേണ്ടിയിട്ട് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ഒപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഏൽപ്പിച്ച ജോലിയോടുള്ള വിശ്വസ്തതയ്ക്ക് പ്രതിഫലമുണ്ടെന്ന് നമ്പരാൻ പറയണം. അതൊരു സ്വാഭാവിക ജീവിതത്തിൻ്റെ നീതിയാണെന്ന് ഓർമ്മിക്കണം. ഏൽപ്പിച്ച കാര്യങ്ങളെ 100% വിശ്വസ്തതയോടുകൂടെ ചെയ്താൽ അതൊരു അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. വേറെ ഒന്നും ജീവിതത്തിൽ ചെയ്തില്ലെങ്കിലും ഒരു ക്രെഡിബിളായിട്ടുള്ള ജീവിതം. ചില മനുഷ്യരൊക്കെ പറയാം, സമ്പാദ്യമൊന്നുമില്ല, പക്ഷേ നല്ല അഭിമാനത്തോടു കൂടിയിട്ട് നാട്ടിൽ നിവർന്നു നിന്നുകൊണ്ട് പറയാം, അടുത്ത തലമുറയ്ക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന നല്ല സൽപ്പേരും സമൂഹത്തിൽ സത്യനീതി ധർമ്മബോധങ്ങൾക്ക് ഉറപ്പുള്ള ഒരു ബലമുള്ള ഒരു ജീവിതവും നയിച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്ത ബലം. എന്തൊരു ഉറപ്പോടെ പറയണമെന്നറിയാമോ? കുടുംബത്തിൻ്റെ മുമ്പിലും നാടിൻ്റെ മുമ്പിലും, രഹസ്യാത്മകതയിലല്ല ഈ പറയണത്, കുടുംബത്തിൻ്റെ മുമ്പിലും നാടിൻ്റെ ഇടയിലും വളരെ അനുഗ്രഹത്തോടു കൂടെ ജീവിച്ചു, തൻ്റെ ജീവിതം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതയോടെ ചെയ്തു എന്നൊക്കെ പറയാൻ കഴിയുന്ന ഉറപ്പുള്ള ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊളോസ്സസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ഉം 24-ഉം തിരുവചനങ്ങൾ പറയും, നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നെങ്കിലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. അപ്പോൾ ചെയ്യുന്ന തൊഴിലിൻ്റെ പുറകിൽ ഒരു ദൈവികമായ ഒരു തമ്പുരാൻ്റെ കൈ ഉണ്ടെന്നും ദൈവം ഇതെല്ലാം കാണുന്നുണ്ടെന്നും തിരിച്ചറിയണം. വീണ്ടും വചനം തുടരുകയാണ്, നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്നും അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പം ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള പ്രവർത്തികളാണ് നീ ചെയ്യുന്നത് എങ്കിൽ നിനക്ക് എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. അപ്പോൾ എപ്പോഴും ഒരു കമ്പാരിസൺ നടത്തി നോക്കണം. ഞാനീ ചെയ്യുന്ന പ്രവൃത്തി ദൈവത്തിന് സ്വീകാര്യമാണ്. അതുകൊണ്ടാണ് മദ്യം, മയക്കുമരുന്ന്, തട്ടിപ്പ്, വെട്ടിപ്പ് മാർഗ്ഗവഴികളിലൂടെ സമ്പാദിക്കുന്ന ജീവിതങ്ങളൊക്കെ ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പിൻ്റെ വിജയ വഴിയിലേക്ക് എത്താത്തത്. ഈ കഴിഞ്ഞ നാളിലൊരു സഹോദരൻ, വിദേശത്തുള്ള സഹോദരൻ എന്നെ വിളിച്ചു ചോദിച്ചു, അച്ഛാ, എൻ്റെ അപ്പൻ പണ്ട് മുതലേ ഇങ്ങനെ കർണാടകത്തിൽ ഒരു മദ്യ വ്യവസായത്തോട് ബന്ധപ്പെടുത്തി ലേലം വിളിയും പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പൻ ആരോഗ്യപരമായി ബുദ്ധിമുട്ടിലായി, അപ്പച്ചൻ രോഗിയായി, മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അച്ഛൻ എന്നാ പറയുന്നു? അപ്പോൾ നല്ല ബോധ്യം കിട്ടിയ ചെറുപ്പക്കാരനാണ്, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, സമ്പാദിക്കാൻ സാധ്യതയുണ്ട്. അവൻ പറയുകയാണ്, അച്ഛാ, എനിക്ക് നല്ല ബോധ്യമുണ്ട് ഇങ്ങനെയുള്ള മാർഗത്തിൽ, അതായത് മറ്റൊരു കുടുംബത്തെ, മറ്റൊരു ജീവിതത്തെ അപകടപ്പെടുത്തുന്ന മദ്യത്തിൻ്റെ വ്യവസായത്തിലൂടെ സമ്പാദിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതിനോടൊരു കൺസൾട്ടേഷന് വേണ്ടി എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, സഹോദര, എത്രയോ സത്യസന്ധമായ ഒരു നിലപാടാണ്. കാരണം ഇത് നേരായ മാർഗത്തിലൂടെയുള്ളൊരു പ്രവൃത്തിയല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഒരു വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദുരുപയോഗിക്കുക എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോലിയോടുള്ള വിശ്വസ്തത, ആത്മാർത്ഥത, തമ്പുരാൻ അത് കൃത്യമായും താരത്തിൻ്റെ ഉപമയിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കൊടുത്താൽ തമ്പുരാൻ പ്രതീക്ഷിക്കേണ്ടത് നിൻ്റെ കഴിവിന് ആനുപാതികമായിട്ട് തിരിച്ചു കൊടുക്കണം. അധികം വേണമെന്നല്ല. നിനക്കെന്തു കഴിവ് ദൈവം തന്നിട്ടുണ്ട്, അതിനാനുപാതികമായിട്ട് തിരികെ കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ നിൻ്റെ ജീവിതത്തെ സ്വർഗം ഏറ്റെടുക്കും, അനുഗ്രഹമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തും. അത് ജീവിതത്തിൽ ഓർക്കണം. അവസാനത്തേത്, പരീക്ഷകളെ അതിജീവിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്. ക്രിസ്തുവിനോട് ചേർന്ന് പരീക്ഷകളെ അതിജീവിക്കണം. ജോബിൻ്റെ പുസ്തകം വായിച്ചാൽ അത് മനസ്സിലാവും. ജോബ് തൻ്റെ ജീവിതത്തിൽ കൂട്ടുകാരോട് ചേർന്നും ഒറ്റയ്ക്കുമൊക്കെ ഈ സഹനാനുഭവങ്ങളെ തീരത്തണയിക്കാൻ വേണ്ടിയിട്ട്, തീരത്തെത്തിക്കാൻ വേണ്ടിയിട്ട് പല മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി. പക്ഷേ ജോബ് ജീവിതത്തിൽ പരാജയപ്പെട്ടു. അവിടെ തമ്പുരാൻ കർത്താവ് പറയണത്, നിൻ്റെ ജീവിതത്തിൽ ഈ സഹനാനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട്, ചില ആളുകളൊക്കെ പറയും സഹനം ഇങ്ങനെ മാലപ്പടക്കം പോലെയാണ്, വിട്ടുപിരിയാതെ
കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുക. അതിൽ പല തെറ്റിദ്ധാരണകളും പലരുടെ ഉള്ളിലുണ്ട്. ഒരു വീട്ടിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞ, അച്ഛാ, അപ്പം മരിച്ചു, അമ്മ മരിച്ചു, ഒരു ആങ്ങള മരിച്ചു, ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു വീട്ടിൽ മരണം സംഭവിക്കും. ഇനി വീടിന് വല്ല കുഴപ്പമുണ്ടായിട്ടാണോ? ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. എല്ലാം നമ്മളങ്ങനെ മുൻവിധിയോടെ കാണേണ്ടതില്ല. എല്ലാം മുൻവിധിയോടെ കാണേണ്ടതില്ല. നന്നായി ജീവിക്കുന്ന കുടുംബം, നല്ല വിശ്വാസമുള്ള കുടുംബം, പ്രാർത്ഥനയുള്ള കുടുംബം, അവിടെ പല കാരണങ്ങൾ കൊണ്ട് പലരും രോഗികളായി അവരൊക്കെ മരണത്തിന് അല്ലെങ്കിൽ മരിക്കാനായിട്ട് ഇടവന്നു. നമ്മളതിനെക്കുറിച്ച് ആകുലപ്പെടുകയല്ല ചെയ്യേണ്ടത്. അതിനെ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ടും ദൈവിക ഇടപെടലായിട്ടും കണ്ട് ഏതെങ്കിലുമൊക്കെ തിരുത്തലുകൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാതെ എല്ലാം അങ്ങനെയൊരു പ്രശ്നം, ഇങ്ങനെയൊരു പ്രശ്നം, അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ടാണ് പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 6ഉം 7ഉം തിരുവചനം പറയും, അല്പകാലത്തേക്ക് വിവിധങ്ങളായ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാൽ അതിൽ ആനന്ദിക്കുവിൻ. ഒരു താൽക്കാലികമായിട്ടുണ്ടാകുന്ന സഹനാനുഭവങ്ങൾക്ക് മുൻപിൽ സന്തോഷിക്കാൻ പറ്റണം. സ്തോത്രഗീതം ആലപിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും അടിസ്ഥാനപരമായിട്ട് അവിടെ പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റണം. ഞങ്ങളുടെ സഭയിലെ മരിച്ചുപോയ ജോർജ് കുറ്റിക്കൽ അച്ഛൻ്റെ അമ്മ മരിച്ചപ്പം അച്ഛൻ അവിടെ പോയി സ്തോത്രഗീതം ആലപിച്ചു എന്നാണ് പറയുന്നത്. അതൊരു വല്ലാത്ത വളർച്ചയുടെ സൂചനകളാണ്. എല്ലാവരെ കൊണ്ട് അത് പറ്റില്ല. തങ്ങൾക്ക് പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പം അവിടെ പോയി സംയമനത്തോടെ വ്യാപരിക്കാനെങ്കിലും നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും ആ സാഹചര്യത്തിലൊക്കെ നമുക്ക് ചിലപ്പം നിയന്ത്രണങ്ങൾ വിട്ടുപോവുകയോ നമ്മുടെ വാക്കോ ചിന്തയോ പ്രവർത്തികളോ ഒക്കെ വല്ലാതെ ഭാരപ്പെടുന്നതായി മാറുകയോ ഒക്കെ ചെയ്തേക്കാം. പക്ഷേ ഈ അടിസ്ഥാനപരമായിട്ട് പ്രതീക്ഷയില്ലാത്തൊരു ജീവിതത്തിൻ്റെ സൂചനകൾ നമ്മുടെ വാക്കിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കം, ക്രിസ്തുവിനെ പ്രതിയാണ് ഈ പരീക്ഷകളെ നീ അതിജീവിക്കുന്നത് എങ്കിൽ, അതിനുവേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നത് എങ്കിൽ, തമ്പുരാൻ നിൻ്റെ കൂടെ ജീവിതത്തെ ഏറ്റെടുത്ത് അഭിഷേകത്തോടു കൂടെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് തുടങ്ങും. ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ പരാജയപ്പെട്ടു എന്ന് കരുതിയ പല ജീവനങ്ങളും ഇങ്ങനെ അനുഗ്രഹത്തോടുകൂടെ പറന്നുയരാനായിട്ട് കാരണമായി മാറിയത് അവരുടെ ഉള്ളിൽ ആരോ കൊടുത്ത അതിജീവനത്തിൻ്റെ അസാമാന്യമായ ഒരു കൃപയാണ്. ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം മതി ചില ജീവനങ്ങൾക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട്. പണ്ടെപ്പോഴോ വായിച്ചൊരു കുറിപ്പ് പോലെ, മഞ്ഞുപാളികൾക്കിടയിൽ മരണാസനായി കഴുത്തപ്പം മഞ്ഞിനിടയിൽ കുടുങ്ങിപ്പോയൊരു ചെറുപ്പക്കാരൻ ഉറപ്പായിട്ടും മരിക്കാൻ തയ്യാറായി. അവസാനത്തെ ആഗ്രഹം എന്നോണം ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ അവൻ ഇടവകപ്പള്ളിയിലെ ആ മുഖവാരത്തിൻ്റെ മുകളിൽ ഒരു വിളക്ക് കത്തി നിൽക്കുന്നത് കണ്ടു, ഒരു ലൈറ്റ്. അവൻ ആ ലൈറ്റിലേക്ക് നോക്കി. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ ലൈറ്റിലെ വെളിച്ചത്തിലേക്ക് നോക്കി അവൻ്റെ ഉള്ളിൽ അത്രത്തോളം കെട്ടടഞ്ഞു പോയ പ്രതീക്ഷയുടെ നാമ്പുകൾ പതിയെ പതിയെ പുനർജീവിക്കാൻ തുടങ്ങി. അവൻ അത്ഭുതകരമായി രാത്രി അതിജീവിച്ചു. പിറ്റേന്ന് ആരോ വന്ന് അവനെ രക്ഷപ്പെടുത്തി. അവൻ്റെ കുറിപ്പിനകത്ത് അവൻ ഇങ്ങനെ ചേർത്ത് വയ്ക്കുകയാണ്, ആ ഇടവകപ്പള്ളിയിലെ മുഖവാരത്തിൻ്റെ മുകളിലെ വെളിച്ചമാണ് എൻ്റെ ജീവിതത്തിന് പ്രതീക്ഷയുടെ പൊന്നാമ്പായി മാറിയത്. ഇത് തന്നെയാണ് തമ്പുരാൻ പറയുന്നത്. ജീവിതത്തിൽ മാനുഷികമായിട്ട് നമ്മുടെ മുമ്പിൽ സാധ്യതകളൊക്കെ അടയുമ്പോഴും ഒരു വിശ്വാസി എന്ന നിലയിൽ, പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്ന നിലയിൽ, സ്വർഗത്തിൽ നിക്ഷേപമുള്ള വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഉറപ്പോടുകൂടെ തമ്പുരാൻ്റെ അടുത്ത് പറയാൻ പറ്റണം, എൻ്റെ ജീവിതത്തിൽ ഈ കാലത്തെയും ഈ സാഹചര്യത്തെയും ഞാൻ അതിജീവിക്കും. ഒളിമ്പിക്സിലൊക്കെ ഇങ്ങനെ അതിജീവനത്തിൻ്റെ അസാമാന്യമായ സാധ്യതകൾ തുറന്ന ചില ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. വെപ്പുകാല് കൊണ്ട് പോലും ഓടി വിജയം നേടുന്ന ആളുകൾ. അത് മനോബലത്തിൻ്റെ പ്രത്യേകതയാണ്. ഓർക്കുന്നുണ്ട് ഒരു സഹോദരനെ, ജീപ്പ് അപകടം പറ്റി കാല് മുറിച്ച് കളയണമെന്ന് അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. വല്ലാത്ത പ്രതീക്ഷയുള്ള മനുഷ്യനാണ്. ഡോക്ടർമാർ തന്നെ അത്ഭുതത്തോടു കൂടെ പറയുകയാണ്, 6 മാസം കൊണ്ട് സൗഖ്യപ്പെടേണ്ട അയാളുടെ കാല് 3 മാസം കൊണ്ട് സൗഖ്യപ്പെട്ടു. അയാളുടെ അടുത്ത് നിന്ന് ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. കാല് മുറിച്ച് കളയുന്നതിനെക്കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പം മുട്ടിന് താഴെ മുറിക്കണമെന്നായിരുന്നു ആദ്യം കരുതിയത്. പക്ഷേ അത്രയും പറ്റിയല്ല, മുട്ടിന് മുകളിലോട്ട് മുറിക്കണം. മുട്ടിന് താഴെയും മുട്ടിന് മുകളിലുമുള്ള കാൽ മുറിക്കലുകൾക്ക് വ്യത്യാസമുണ്ട്. മുട്ടിന് താഴെയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിളാണ് പിന്നീടുള്ള യാത്രയ്ക്കും വെപ്പുകാലിനുമൊക്കെ. അപ്പോൾ ഈ ഒരു സങ്കടകരമായ കാര്യം, മുട്ടിന് മുകളിൽ മുറിക്കണമെന്നുള്ള സങ്കടകരമായ കാര്യം പറയാൻ വേണ്ടി ചെല്ലുമ്പം ഇയാൾ വളരെ കൂളായി ഡോക്ടറോട് പറയാണ്, ഡോക്ടറായി ഒറ്റ പ്രാവശ്യം മുറിക്കുന്നുള്ളൂ, അത് വേണ്ടതുപോലെ അങ്ങ് മുറിച്ചോണം, മുകളിലാണെങ്കിൽ മുകളിൽ, താഴെയാണ് താഴെ. സിമ്പിളായിട്ട് അങ്ങ് പറയുക. അതിജീവനത്തിൻ്റെ അസാമാന്യ കൃപയുള്ള ചില ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട്. ക്രിസ്തുവാണ് ഇവർക്കെല്ലാം മാതൃകയായി നിൽക്കുക. നമുക്ക് നമ്മളോട് പറയാം, എൻ്റെ പൊന്നു തമ്പുരാനെ, എനിക്ക് അതിജീവനത്തിൻ്റെ അസാമാന്യമായ ബലം വേണം. ഇതെല്ലാം നിക്ഷേപങ്ങളാണ്. ഇങ്ങനെയൊരു സഹനവഴിയിലൂടെയും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന മനോഭാവത്തിലൂടെയും നമ്മൾ ജീവിക്കാൻ അങ്ങ് തീരുമാനമെടുത്ത് കഴിയുമ്പം നമ്മൾ പോലും അറിയാതൊരു ബലം, ഒരു ശക്തി, ഒരു ഊർജം സ്വർഗം നമുക്കായിട്ട് നൽകും. ഗെത്സമേൻ തോട്ടത്തിൽ ചങ്കുപൊട്ടി നമ്മുടെ തമ്പുരാൻ പ്രാർത്ഥിച്ചപ്പം മാലാഖ കടന്നു വന്ന് ആശ്വാസത്തിൻ്റെ അനുഭവങ്ങൾ പകർന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും പകരും. നമുക്കും ഹൃദയപൂർവ്വം മനസ്സിൽ കുറിക്കാം, ക്രിസ്തുവിനോട് ചേർന്നുള്ള സഹനങ്ങളും നിന്ദനങ്ങളും അനുഗ്രഹമാകും.
പ്രതിഫലം ഉറപ്പുണ്ട്. ക്രിസ്തുവിനെ പ്രതിയുള്ള ഉപേക്ഷകൾക്കൊക്കെ ഒരു കുറവും കൂടാതെ നിറച്ചു കുലുക്കിത്തരാൻ അവിടത്തേക്ക് കഴിയും. ഔദാര്യപൂർണമായ പങ്കുവെക്കലുകളെ വല്ലാണ്ട് സ്വർഗം കരുതും. തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ളെടുത്ത് കൊടുക്കുന്നതും ഒരിക്കലും നഷ്ടമാവില്ല. ശുശ്രൂഷയിലുള്ള ബലം അത് ജീവിതത്തിൽ പ്രതിഫലത്തിന് കാരണമാണ്. ചെയ്യുന്ന ജോലിയോടുള്ള വിശ്വസ്തതയ്ക്കും സ്വർഗം പ്രതിഫലമേകും. പരീക്ഷകളെ തമ്പുരാനെ കൂട്ടുപിടിച്ച് അതിജീവിച്ചാൽ അവിടെയും പ്രതിഫലമുണ്ട്. ഈ അനുഗ്രഹത്തിന് വേണ്ടി, ഈ പ്രതിഫലത്തിന് വേണ്ടി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ഈശോ സമൃദ്ധമായി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.